ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മകരസംക്രമം ഒക്കെ ആയതുകൊണ്ട് ഇന്നൊരു ശർക്കര പായസമാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് കുക്കറിൽ വെച്ചുണ്ടാക്കുന്ന ശർക്കര പായസമാണ് ഇത്. അധികം ചേരുവകളും അധികം സമയമൊന്നും എടുക്കാതെ ഈസി ആയിട്ട് ഈ ശർക്കര പായസം ഉണ്ടാക്കാൻ കഴിയും. ഇനി റെസിപ്പിയിലോട്ട് പോകാം. ശർക്കര പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശർക്കര എടുത്തിട്ടുണ്ട്, ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ശർക്കര പായസമാണ് ഉണ്ടാക്കുന്നത്. ഇത് കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബസ്മതി റൈസിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെക്കാം. ശർക്കരയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ശർക്കര പാനിയാക്കിയിട്ട് എടുക്കാം. ഈ തേങ്ങ ജസ്റ്റ് ഒന്ന് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒറ്റ ഒരു പ്രാവശ്യം ഒന്ന് ഇതാക്കിയാൽ മതി. അത് ഇതിൻ്റെ അകത്ത് നല്ലൊരു തേങ്ങാപ്പാൽ വരാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഫുൾ തേങ്ങ എടുക്കണ്ട, ഇതിൻ്റെ പകുതി തേങ്ങ എടുത്തിട്ട് മിക്സിയിലിട്ടിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. നല്ല കട്ടിപ്പാലും തേങ്ങയും കൂടി കിട്ടേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ബസ്മതി റൈസ് ഇടാം. പിന്നെ ജസ്റ്റ് ഒന്ന് അരച്ചിട്ടില്ല തേങ്ങ ചേർക്കാം. ശർക്കര നന്നായി ഉരുക്കിയിട്ടുണ്ട്. ഇത് അതിൻ്റെ അകത്ത് അരിച്ചിട്ട് ബസ്മതി റൈസ് തേങ്ങ ഇതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന വെള്ളവും ചേർത്തിട്ട് വേവിച്ചിട്ട് എടുക്കാം. ആകെ 2 വിസിൽ അല്ലെങ്കിൽ 3 വിസിൽ മാത്രമേ ഉണ്ടോ. അത് ഓരോരാളെ കുക്കറിനനുസരിച്ചിട്ടുള്ള വേവ് പോലെ ഇരിക്കും. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിനി വേവിച്ചെടുക്കാം. കുക്കറിൽ വിസിൽ 3 വിസിൽ വന്നിട്ടുണ്ടായിരുന്നു. കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് കുക്കർ തുറന്ന് നോക്കാം പായസം എങ്ങനെയുണ്ട് എന്നുള്ളത്. കുക്കർ തുറന്നിട്ട് നോക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ശർക്കര പായസമായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടി നല്ല ഫ്രഷ് തേങ്ങ ഇടാം. പിന്നെ അങ്ങനെ തന്നെ പശു നെയ്യിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങാക്കൊത്ത് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുക്കർ പായസം. 3 വിസിൽ എടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റ് തന്നെ വേണ്ട, അതിനെക്കാട്ടിയും മുന്നേ പായസം റെഡിയാക്കാം. ഇതിലേക്ക് ഇനി ബാക്കി വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ, ഫ്രഷ് തേങ്ങ, അത് ഇതിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും ചേർക്കാം. പശു നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് തേങ്ങാക്കൊത്ത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പും ചേർക്കാം. വേറെ സെപ്പറേറ്റ് ആയിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇതെല്ലാം എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതല്ലേ, അപ്പം ഇതുപോലെയൊക്കെ ചെയ്താൽ മതി. അണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും ഫ്രൈ ആയിട്ടുണ്ട്. ഇത് പായസത്തിൽ ചേർക്കാം. ഇത്ര പെട്ടെന്നാണ് പായസം ഉണ്ടാക്കിയത്. വളരെ പെട്ടെന്ന് കുക്കറിൽ പായസം ഉണ്ടാക്കാം. നല്ല ശർക്കര, നല്ല കറുത്ത ശർക്കരയാണ്, അതുകൊണ്ടാണ് പായസത്തിന് നല്ല കറുപ്പ് കളർ കിട്ടിയിരിക്കുന്നത്. ഇതിനി സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. നല്ല ചൂടുള്ള ശർക്കര പായസം കുടിക്കണം എന്ന് തോന്നുമ്പോൾ ഇതുപോലെ കുക്കറിൽ വളരെ പെട്ടെന്ന് പായസം ഉണ്ടാക്കാം. അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ ഈസി ആയിട്ട് പായസം ഉണ്ടാക്കാം. ആകെ കുക്കറിൽ അത് ഓഫ് ചെയ്തിട്ടില്ല, ആ അരമണിക്കൂർ ടൈമേ ആകെ വേണ്ട. അല്ലാതെ 10 മിനിറ്റ് കൊണ്ട് ശരിക്കും പായസം ഉണ്ടാക്കാൻ കഴിയും. ആ ഒരു തണുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ശരിക്കും ഇതിന് വേണ്ടൂ. എല്ലാവർക്കും ഈ ശർക്കര പായസം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു.
വളരെ പെട്ടെന്ന് കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയതാണ്. ഇഷ്ടമായതാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.